ലണ്ടനിലെ ട്രിനിറ്റി കോളേജിലെ ഗവേഷകനായിരുന്നു ഡുൻസൂലി. അദ്ദേഹം ദിവസേന ഭക്ഷണം കൊണ്ടുവരുന്നിരുന്നത് പ്ലാസ്റ്റിക് പാത്രത്തിലായിരുന്നു. ഈ പാത്രം മൈക്രോവേവ് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സ്വന്തം ഗവേഷണ ഫലങ്ങൾ കണ്ടതോടുകൂടി അദ്ദേഹം പ്ലാസ്റ്റിക് പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവരുന്നത് നിർത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിഫിൻ ബോക്സുകൾ അടക്കമുള്ള പലതരം പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നിന്നുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ കണികകളെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ പഠനം. ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പാൽക്കുപ്പികളിൽ അടക്കമുള്ള പാത്രങ്ങളിൽ നിന്നും എങ്ങനെയാണ് മൈക്രോ പ്ലാസ്റ്റിക് ഭക്ഷണത്തിലേക്ക് എത്തുന്നത്, വെള്ളത്തിലേക്ക് എത്തുന്നത് സംബന്ധിച്ച ആ പഠനം ഒരു പ്രധാനപ്പെട്ട പഠനമായിരുന്നു. അതുപോലെയുള്ള ധാരാളം പഠനങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് 2004 മൈക്രോ പ്ലാസ്റ്റിക് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. റിച്ചാർഡ് തോംസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അത് ഉപയോഗിച്ചത്. പലതരത്തിലുള്ള വ്യത്യസ്ത ഡെഫിനിഷനുകൾ ഉണ്ടെങ്കിലും 5 മില്ലിമീറ്റർ താഴെയുള്ള പ്ലാസ്റ്റിക് കണികകളെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ, അതായത് നീളമോ അല്ലെങ്കിൽ വീതിയോ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ 5 മില്ലിമീറ്റർ കുറവായ പ്ലാസ്റ്റിക് കണികളെ സൂചിപ്പിക്കാനാണ് ഇപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അവബോധമുള്ളവരാകുന്നതിനൊപ്പം തന്നെ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ കുറിച്ചുള്ള ധാരണയും ഭീതിയും ഒക്കെ ജനങ്ങൾക്കിടയിൽ വ്യാപകമാകുന്നുണ്ട്. ആദ്യമായിട്ട് മനുഷ്യനിൽ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ളൊരു പഠനം അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. വെള്ളത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും അതേപോലെ തന്നെ സമുദ്രജലത്തിലും പലതരം ജീവികളുടെ ശരീരത്തിലുമൊക്കെ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം ഇതിനകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ മറ്റ് ജീവികളിലും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി, കടൽ ജീവികളിലൊക്കെ, കടൽ പക്ഷികളിലൊക്കെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ പഠനം നടന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യനിലെ ആദ്യത്തെ പഠനം ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 5 മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള പ്ലാസ്റ്റിക് കണികകളെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. 2 തരത്തിലാവാം ഇത് പ്രകൃതിയിലേക്ക് എത്തുന്നത്. ഒന്ന് പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയും. അതായത് ആ വലിപ്പത്തിൽ തന്നെ, മൈക്രോ വലിപ്പത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് കണങ്ങൾ, അത് ചിലപ്പോൾ ബീഡ്സിൻ്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ നാരുകളുടെ രൂപത്തിലാകാം. നേരിട്ടെത്തുന്നതിനാണ് പ്രൈമറി മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കളിൽ നിന്നും പ്ലാസ്റ്റിക് പല രൂപത്തിൽ ഒരഞ്ഞും അല്ലാതെയും ഒക്കെ ഭക്ഷണത്തിലേക്കും വെള്ളത്തിലേക്കും എത്തുന്നതിനാണ് സെക്കൻഡറി മൈക്രോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇത് പല രൂപത്തിലുണ്ട്. നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്നടക്കം ഇത് പ്രകൃതിയിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷുകളും സ്ക്രബുകളും, അതിൽ ചെറിയ ചെറിയ കണികകൾ കാണാറില്ലേ സ്ക്രബ് ചെയ്യാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്? അത് യഥാർത്ഥത്തിൽ മൈക്രോ പ്ലാസ്റ്റിക് ബീഡുകളാണ്. ഇങ്ങനെ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്നടക്കം ഇത് നമ്മുടെ പരിസ്ഥിതിയിലേക്കും നമ്മുടെ വെള്ളത്തിലേക്കും ഭക്ഷണത്തിലേക്കും ഒക്കെ എത്തുന്നു. ഈ പ്ലാസ്റ്റിക്കുകളുടെ ഒരു സ്വഭാവം നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ദീർഘകാലം വിഘടിക്കാൻ എടുക്കും എന്നുള്ളതാണ്. രാസമാറ്റങ്ങൾക്ക് എളുപ്പത്തിൽ വിധേയമാകാത്തത് കൊണ്ട് തന്നെ ഇത് ദീർഘകാലം വിഘടിക്കാതെ പ്രകൃതിയിൽ നിലനിൽക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കാനും നമ്മുടെ രക്തത്തിൽ എത്താനും രക്തത്തിലേക്ക് മറ്റ് രോഗാണുക്കളെയോ ഹെവി മെറ്റൽസ് ഒക്കെ എത്തിക്കാനുള്ള ഒരു സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകളുടെ പ്രത്യേകത അത് ലിപ്പോഫിലിക് ആണ്. അതായത് ശരീരത്തിലെ കൊഴുപ്പുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു താല്പര്യം കാണിക്കുന്ന പദാർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോശങ്ങളുടെയൊക്കെ പുറമേയുള്ള ലിപ്പിഡ് പാളിയിൽ അത് പറ്റിച്ചേരാനുള്ള സാധ്യതകൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മാത്രമല്ല വലിയ തോതിലുള്ള എക്സ്പോഷർ ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എത്തുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ചെറിയ ജീവികളിൽ നിന്ന് വലിയ ജീവികളിലേക്ക് എത്തുമ്പോൾ ഇത് ക്രമാനുഗതമായി അടിഞ്ഞുകൂടി ബയോമാഗ്നിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്ന പ്രക്രിയ വഴി അടിഞ്ഞുകൂടി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനും ക്യാൻസർ സാധ്യത അടക്കമുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. ഇതിനൊന്നും നിലവിൽ തെളിവുകളില്ല. എങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. പലതരത്തിലെത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കുടിവെള്ള പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന മീൻ വലകൾ, പ്ലാസ്റ്റിക് കവറുകൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം പ്ലാസ്റ്റിക് കവർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോവേവ് സേഫ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ നിന്ന് പോലും ഇത് എത്താനുള്ള സാധ്യതയുണ്ട്. ടയറുകൾ റോഡിൽ വരയുന്ന സമയത്ത് പ്ലാസ്റ്റിക് കണികകൾ പ്രകൃതിയിലെത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ കിണറിനകത്തും മറ്റ് ജലസ്രോതസ്സിനകത്തും ഒക്കെ ഇത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമ്മുടെ രാജ്യം, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത്തരം മലിനീകരണം സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ വളരെ റിലാക്സ്ഡ് ആണ്. അതായത് പ്ലാസ്റ്റിക് ഉപയോഗം സംബന്ധിച്ച് തന്നെ നമുക്ക് കാര്യമായ നിയമങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ മൈക്രോ പ്ലാസ്റ്റിക് സംബന്ധിച്ച് നമ്മൾ
അവബോധമുള്ളവരായി വരുന്നേ ഉള്ളൂ. ഇനി ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ തന്നെ നാനോമീറ്റർ സൈസിലേക്ക് 100 നാനോമീറ്ററിൽ താഴെയൊക്കെ വരികയാണെങ്കിൽ നമ്മളതിനെ നാനോ പ്ലാസ്റ്റിക്കുകൾ എന്ന് പറയാറുണ്ട്. ഇതിനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവില്ല, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ടേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാണ്. കാരണം നമുക്കിതിനെ കണ്ടിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ റേഡിയേഷനെ പറ്റി നമ്മൾ പറയാറുള്ളൊരു കാര്യം, അത് കൂടുതൽ അപകടകരമാകുന്നതിന് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ അത്ര അപകടകരമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് കാണാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ഒഴിവാക്കാൻ പ്രയാസമാണ്. ഇപ്പം നമ്മൾ വെറുതെ തുണി അലക്കുന്ന സമയത്ത് പോലും, ഒരു വസ്ത്രം അലക്കുന്ന സമയത്ത് ശരാശരി 2000-ഓളം മൈക്രോ പ്ലാസ്റ്റിക് ഫൈബർ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ അപ്പോൾ എത്ര തുണി നമ്മൾ ഒരു ദിവസം അലക്കുന്നു? നമ്മുടെ മിക്കവാറും വസ്ത്രങ്ങളൊക്കെ തന്നെ സിന്തറ്റിക് വസ്ത്രങ്ങളാണ്. ഇതിൽ നിന്ന് ധാരാളം എത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫേസ് വാഷുകൾ, സ്ക്രബുകൾ, പാൽക്കുപ്പികൾ, അങ്ങനെ പലതരത്തിൽ ഇത് പ്രകൃതിയിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ മത്സ്യങ്ങളിലും സസ്തനികളിലും കടൽ സസ്തനികളിലും ഒക്കെ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കടൽ പക്ഷികളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കടൽ ജീവികളുടെ കുട്ടികളുടെ ശരീരത്തിൽ അടക്കമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പഠനം ആദ്യത്തേതാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെയുള്ള ധാരാളം പഠനങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ദീർഘകാല വീക്ഷണത്തോടു കൂടി പറയാൻ പറ്റുള്ളൂ. കാരണം ചെറിയ ഒരു പീരീഡ് കൊണ്ട് പ്രത്യക്ഷമാകുന്നതാവില്ല ചിലപ്പോൾ ഇതിൻ്റെ അപകടവശങ്ങൾ. അതുകൊണ്ട് തന്നെ മൈക്രോ പ്ലാസ്റ്റിക്കുകളെ കുറിച്ച് ഗൗരവമായ പഠനം തന്നെ നടക്കേണ്ടതുണ്ട്. പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. വേണ്ട വിധത്തിൽ പഠിക്കപ്പെട്ടിട്ട് തുടങ്ങിയിട്ടില്ലാത്ത ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മൈക്രോ പ്ലാസ്റ്റിക്കുകളെ കുറിച്ചുള്ള അവബോധവും പഠനവും കൂടുതൽ ശക്തമാകേണ്ടതുണ്ട്. പക്ഷേ അനാവശ്യ ഭീതി ഉണ്ടാവേണ്ടതില്ല. കാരണം നിലവിലെ ഗവേഷണ ഫലങ്ങൾ അത്രത്തോളം അപകട സൂചനകൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് എല്ലാം തന്നെ ഒഴിവാക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് എന്ന് പറയുന്ന 3R തന്നെയാണ് നമുക്ക് പ്ലാസ്റ്റിക്കുകളുടെ കാര്യത്തിൽ സ്വീകരിക്കാവുന്ന ഒരു നയം. അതിനെ വിഘടിപ്പിക്കുന്നതിന് പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ 3R പ്രിൻസിപ്പിൾ പിന്തുടരുകയായിരിക്കും നമുക്ക് ഈ കാര്യത്തിലും അഭികാമ്യം എന്ന് തോന്നുന്നു.